ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ടു പാരലൽ കറണ്ട്സ്. നോക്ക്, ഇവിടെയാണെങ്കിൽ ബേസിക്കലി രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്. ശരി, രണ്ട് കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇതൊരു കണ്ടക്ടറാണ്, ഇത് മറ്റൊരു കണ്ടക്ടറാണ്. സോ ഈ കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് കണ്ടക്ടർ, ഈ കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് കണ്ടക്ടർ. ഓക്കെ ആണോ? ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് I1, ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് I2. ഈ രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള അകലമാണ് സ്മോൾ r എന്ന് പറയുന്നത്. ഓക്കെ ആണേ? ഇനി ശ്രദ്ധിച്ചിരിക്കണം, എനിക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞു തരണം, എനിക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണം. ഫസ്റ്റ്, മക്കളെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർ ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. ശരിയാണോ? ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. ശരിയാണോ? സോ അതിന്റെ വാല്യൂ പറഞ്ഞു തന്നെ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ r അകലെയുള്ള ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ നിങ്ങൾ പറയും സാർ സിമ്പിൾ, അത് സാർ ഡിറൈവ് ചെയ്താണ് μ0I/2πr. നമ്മൾ ആംപിയർ സർക്യൂട്ടിലൂടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ പഠിച്ചതാണ്. ഒരു കറണ്ട് ക്യാരിങ് വയറുണ്ട്, അതിലൂടെ I എന്ന കറണ്ട് കടന്നു പോകുന്നുണ്ട്, r അകലെ ഒരു പോയിന്റ് ഉണ്ട്, അതിന് ചുറ്റും നമ്മളൊരു ആംപിയർ ലൂപ്പ് എടുത്തായിരുന്നു, അത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു μ0I/2πr. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അതായത് ഫസ്റ്റ് കണ്ടക്ടർ r അകലുള്ള ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇവിടെ ഇൻടു ദ പ്ലെയിൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻടു ദ പ്ലെയിൻ ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻടു ദ പ്ലെയിൻ ആണ്. സോ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂവിനെ കിട്ടി. ബി ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് കണ്ടക്ടർ ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു B1 which is equal to ഇക്വേഷൻ എന്താണ്? μ0 ഒക്കെ ഭംഗിയായിട്ട് എഴുതാം. μ0 ഒക്കെ നമുക്ക് ഭംഗിയായിട്ട് എഴുതാം. μ0 കറണ്ട് ഏതാണ്? I1 ഇവനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ I1 ഡിവൈഡ് ബൈ 2πr. ശരിയാണോ? ഇതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. മക്കളെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ആരാണ് ഉണ്ടാക്കിയത്? ഫസ്റ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ് ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ഇതിൽ എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. ഇങ്ങോട്ടേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യും. നോക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, കറണ്ട് മുകളിലേക്ക് പോവുകയാണ്. സോ ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. ശരിയാണോ? സോ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഈ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? F is equal to BIL sin തീറ്റയാണ്. ഇവിടെ തീറ്റ എത്രയാണ്? 90 ആണ്. സോ നമുക്ക് പറയാം BIL എന്ന് പറയാം. ഓക്കെ ആണോ? സോ അതായത് ഇവിടെ ആണെങ്കിൽ ഉറപ്പായി ഫോഴ്സ് ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് സെയിം അവസ്ഥ തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടിട്ടിരിക്കുന്നു. സോ ഉറപ്പായിട്ടും ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. മക്കളെ, ഈ ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുന്നത്? സെക്കൻഡ് കണ്ടക്ടറിലാണ്. ആര് മൂലമാണ്? ഫസ്റ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മൂലം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഫോഴ്സ് ആക്ടിങ് ഓൺ സെക്കൻഡ് കണ്ടക്ടർ ഡ്യൂ ടു ഫസ്റ്റ് കണ്ടക്ടർ. ഇങ്ങനെ പറയാം. പറഞ്ഞുകൂടെ? സോ സിമ്പിൾ. സോ അങ്ങനെയെങ്കിൽ ഫോഴ്സിന്റെ വാല്യൂ പറഞ്ഞു തന്നെ. നിങ്ങൾ പറയും സാർ ഫോഴ്സിന്റെ വാല്യൂ ഫോഴ്സ് 21 which is equal to ഇക്വേഷൻ എന്താണ്? ഈ സെയിം ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ബി ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? B1 ആണ്. സോ B1 കറണ്ട് എവിടുത്തെ കറണ്ട് ആണ്? ഇതിന്റെ കറണ്ട് ആണ്. ശരിയാണോ? സോ മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. സോ BIL sin തീറ്റ. സോ B എത്രയാണ്? B എന്ന് പറഞ്ഞാൽ B1 ആണ്. സോ B1 ഇട്ടു. I എന്ന് പറഞ്ഞാൽ I2 ആണ്. സോ I2 ഇട്ടു. ഇനി L എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് ആണ്. സോ ഞാൻ പറയുകയാണ് ഇതിന്റെ രണ്ടിന്റെയും ലെങ്ത് സെയിം തന്നെയാണ്. രണ്ടിന്റെയും ലെങ്ത് എത്രയാണ്? L തന്നെയാണ് രണ്ടിന്റെയും ലെങ്ത്. സോ L എന്ന് ഇട്ടു. sin 90 ആണ്. അത് മാറ്റി. അപ്പോൾ ഫോഴ്സിന്റെ വാല്യൂ കിട്ടിയോ മക്കളെ? സോ സിമ്പിൾ, ഫോഴ്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫോഴ്സിന്റെ വാല്യൂ മാറ്റി എഴുതാം. ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് F21 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം B1 പകരം എന്ത് പറയാം? B1 ന്റെ വാല്യൂ എന്ത് ചെയ്യും? കിടക്കുന്നു. B1 ന്റെ വാല്യൂ എത്രയാണത്? μ0I1 ഡിവൈഡ് ബൈ 2πr. ഇതാണ് B1 എന്ന് പറയുന്നത്. ഇതെന്താണ്? I2 ഞാൻ അതുപോലെ എഴുതി. ഇതെന്താണ്? L ആണ്, ലെങ്ത് ആണ്. ഞാനപ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ഇതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. പെർ യൂണിറ്റ് ലെങ്ത്, ഈ ലെങ്തിനെ ഇവിടെ കൊണ്ടുവരണം. പെർ യൂണിറ്റ് ലെങ്ത് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടും μ0I1 I2 ഡിവൈഡ് ബൈ 2πr എന്ന് കിട്ടും. ഇതാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. മനസ്സിലായോ? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തിന്റെ വാല്യൂ എത്രയാണ്?
mu0 I1 I2 ഡിവൈഡ് ബൈ 2πr. മക്കളെ ഞാൻ ഇവിടെ എന്താ ചെയ്തത്? ഞാൻ ഫസ്റ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഞാൻ പറഞ്ഞു ഇവന്റെ ജോലി എന്താണ്? പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവന്റെ ജോലി എന്താണ്? പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുക, B1 എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനാണ് ഇവന്റെ ദൗത്യം. ഇവന്റെ ജോലി എന്താണ്? B1 എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നത് കൊണ്ട് പ്രൊഡ്യൂസ് ഫോഴ്സ് എന്താണ്? F21 എന്ന ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ രണ്ടു പേർക്കും രണ്ട് ദൗത്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവന്റെ ജോലി എന്തായിരുന്നു? ഇവന്റെ ജോലി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുക എന്നാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് അടുത്ത കണ്ടക്ടർ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. ശരിയാണോ? ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ആ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇനി സെയിം കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്, തിരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഒന്നുകിൽ ഇവിടെ കൊണ്ട് നിർത്താം, ഈ കാര്യം മനസ്സിലാക്കാം. ഇനി ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് മനസ്സിലാക്കി തരാനായിട്ട്, ഇത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ അടുത്ത രീതിയിൽ എന്ത് ചെയ്യാണ്? ഇവനെയാണെങ്കിൽ, ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ആണെങ്കിൽ ആ ഒരു സോഴ്സ് ആക്കി എടുക്കാൻ പോവാണ്. ഇവന്റെ ജോലി എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇവന്റെ ജോലി എന്താണ്? ഫോഴ്സ് ഉണ്ടാക്കുക. ഓക്കെ, സോ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. നോക്ക്, ഞാൻ അടുത്ത രീതിയിൽ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ കംപ്ലീറ്റ്ലി മായിച്ചു, ഞാൻ അടുത്ത രീതിയിൽ ഡിറൈവ് ചെയ്യുകയാണ്. ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സിനെ പറ്റി സംസാരിക്കാൻ പോവുകയാണ്. ഇതാണ് ഫസ്റ്റ് കണ്ടക്ടർ, ഇതാണ് സെക്കൻഡ് കണ്ടക്ടർ. ഇതിന്റെ രണ്ടിന്റെ ലെങ്ത് L ആണ്. ഇതിലൂടെ കറണ്ട് കടന്നു പോവുകയാണ് I1, ഇതിലൂടെ കറണ്ട് കടന്നു പോവുകയാണ് I2. അങ്ങനെയെങ്കിൽ ഇവയ്ക്കിടയിലുള്ള അകലമാണ് R എന്ന് പറയുന്നത്. സോ ഇവന്റെ ജോലി എന്താണ്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുക. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകും, ശരിയാണോ? മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എങ്ങനെയാണ്? ഔട്ട് ദ പ്ലെയിൻ, പ്ലെയിനിന്റെ പുറത്തേക്കാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. സോ ഇവനാണെങ്കിൽ ഇവിടെ പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും, ശരിയാണോ? കറണ്ട് പോകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇവിടെ പുറത്തേക്കാണ്. സോ നിങ്ങൾ പറയും സാർ സിമ്പിൾ, സാർ ഇവിടെ വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്. ഇത് ആരാണ് ഉണ്ടാക്കുന്നത്? സെക്കൻഡ് കണ്ടക്ടർ ആണ്. സോ നമ്മൾ പറയും B2 എങ്ങനെയാണ്? പുറത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ശരി. സോ B2ന്റെ വാല്യൂ കണ്ടുപിടിച്ചുകൂടെ? B2 നോക്ക്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്, അതിൽ I എന്ന കറണ്ട് കടന്നു പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായി എന്ത് ചെയ്യും? R അങ്ങനെയുള്ള ഒരു പോയിന്റിൽ ഇവൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. സോ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ എത്രയാണ്? അത് mu0 I ഡിവൈഡ് ബൈ 2πr ആണ്. സോ ഇവിടെയാണെങ്കിൽ B2 സെക്കൻഡ് കണ്ടക്ടർ ആണ്. സോ B2ന്റെ വാല്യൂ എന്താണ്? B2 which is equal to mu0, I എന്ന് പറഞ്ഞാൽ ഇവന്റെ I ആണ് എടുക്കേണ്ടത്, ഇവനാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ I2 എന്ന് പറയേണ്ടി വരും, ഡിവൈഡ് ബൈ 2πr. ഇനി ഇവന്റെ ജോലി എന്താണ്? ഫോഴ്സ് ഉണ്ടാക്കുന്നതാണ്. സോ വീണ്ടും നമ്മൾ പറയുകയാണ്, ഇതെന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ആയിരിക്കുകയാണ്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടിട്ടിരിക്കുകയാണ്. B എന്ന മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, കറണ്ട് മുകളിലേക്കാണ്, ശരിയാണോ? കറണ്ട് മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, കറണ്ട് മുകളിലേക്കാണ്. സോ ഫോഴ്സ് പാം എങ്ങനെയാണോ അങ്ങോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? സോ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു BIL സൈൻ തീറ്റ. സൈൻ തീറ്റന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 90 ആണ്, സൈൻ 91 ആണ്. സോ ഇവിടെ ആരാണ് ഫീൽഡ് ഉണ്ടാക്കിയത്? സോ ഫോഴ്സ്, ഇവനാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇവന്റെ ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഫോഴ്സ് ആക്ടിങ് ഓൺ ഫസ്റ്റ് കണ്ടക്ടർ ഡ്യൂ ടു സെക്കൻഡ് കണ്ടക്ടർ. ഫസ്റ്റ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആര് മൂലം? സെക്കൻഡ് കണ്ടക്ടർ മൂലം. സോ ഫോഴ്സിന്റെ വാല്യൂ പറഞ്ഞു തന്നെ, ഫോഴ്സ് 12 which is equal to പറഞ്ഞേ B ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെക്കൻഡ് കണ്ടക്ടർ ആണ്. സോ B2 കറണ്ട്, ഫോഴ്സ് ഇവിടെ ഉണ്ടാവണേ ഇവിടെയാണ്. സോ ഫോഴ്സിന്റെ ഇക്വേഷനിൽ കറണ്ട് ഇതാണ്, ഈ കറണ്ട് ആണ്, എത്രയാണ്? I1 into L. So which is equal to force on first conductor due to second conductor which is equal to B ന്റെ വാല്യൂ എത്രയാണ്? അത് mu0 I2 ഡിവൈഡ് ബൈ 2πr ആണ്. mu0 I2 ഡിവൈഡ് ബൈ 2πr ആണ്. ഇനി I1 ഉണ്ട്, ഇൻറ്റു L ഉണ്ട്. ഈ L ഇവിടെ കൊണ്ടുപോവാ. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കാം. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് which is equal to നമുക്ക് എന്ത് കിട്ടും? mu0 I1 I2 ഡിവൈഡ് ബൈ 2πr. സോ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഏത് കണ്ടക്ടറിൽ? ഈ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാലും സെയിം ആണ്. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആയ F21 ഇവിടുത്തെ ഫോഴ്സ് F12 സെയിം തന്നെയാണ്. പക്ഷെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ ഈ കണ്ടക്ടർ ഇങ്ങോട്ട് വരും, ഈ കണ്ടക്ടർ ഇങ്ങോട്ട് വരും. അതിന്റെ മീനിങ് എന്താണ്? രണ്ട് കണ്ടക്ടറും അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാം, കറണ്ട് ആണെങ്കിൽ ഒരേ ഡയറക്ഷനാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, കറണ്ട് സെയിം ഡയറക്ഷനാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവ എന്ത് ചെയ്യും മക്കളെ? അട്രാക്ട് ചെയ്യും. അട്രാക്ട്. ഇതുപോലെ നമുക്ക് പറയാം, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ സഞ്ചരിച്ചു കഴിഞ്ഞാലോ? കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അത് റിപ്പൽ ചെയ്യും. കറണ്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് റിപ്പൽ. സോ
സോ അത് റിപ്പൽ ചെയ്യും. ഓക്കെ ആണോ? സോ നമുക്ക് ടോർക്ക് ഓൺ എ കറണ്ട് ലൂപ്പ്, ആരുടെ ടോർക്ക് നമുക്ക് പറയേണ്ടത്? കറണ്ട് ലൂപ്പ്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട്, കറണ്ട് ലൂപ്പിന് മറ്റൊരു പേരുണ്ട്, എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ. സോ ഞാൻ കറണ്ട് ലൂപ്പ് എടുക്കാൻ പോവുകയാണ്, കറണ്ട് ലൂപ്പ് ചെയ്യാൻ പോവുകയാണ്. ഉണ്ടോ? ക്ലോസ്ഡ് പാത്തിലൂടെ കടന്ന് കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. സോ കറണ്ട് ലൂപ്പ് ചെയ്യുകയാണ്. ഇതെന്താണ്? അത് കറണ്ട് ലൂപ്പാണ്. ഇതിനെ നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് വിളിക്കാം. അതെങ്ങനെ വിളിക്കാം? എന്താ മക്കളെ ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപോൾ എന്ന് പറഞ്ഞാൽ രണ്ട് പോൾ വേണം. മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ നോർത്തും വേണം സൗത്തും വേണം. ശരിയല്ലേ? സോ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ രണ്ട് പോൾ വേണം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. കറണ്ട് ലൂപ്പിനെ എന്തുകൊണ്ടാണ് ഡൈപോൾ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അപ്പോൾ നിങ്ങൾ പറയാം, ഇവിടെ കറണ്ട് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഞാൻ പറയാണ്, കറണ്ട് ഇവിടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നമുക്ക് കറണ്ട് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കേട്ടോ, കറണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. സോ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ക്ലോക്ക് വൈസിലാണ് കറണ്ട് സഞ്ചരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇതേ കാര്യം ഇവിടെ നോക്കി നിങ്ങൾക്ക് തോന്നും ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് സഞ്ചരിക്കുന്നത്. സോ ഒരു ഭാഗം നോക്കുമ്പോൾ നിങ്ങൾക്ക് ആന്റി ക്ലോക്ക് വൈസിൽ കറണ്ട് സഞ്ചരിക്കണമെന്ന് തോന്നും, മറുഭാഗം നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലോക്ക് വൈസിലാണ് കറണ്ട് സഞ്ചരിക്കുന്നതെന്നും തോന്നും. അതായത് നിങ്ങൾക്ക് ഇവിടെ ക്ലോക്ക് വൈസിൽ ആണ് തോന്നുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് സഞ്ചരിക്കുന്നതെന്ന് തോന്നും. കറണ്ട് ക്ലോക്ക് വൈസിൽ സഞ്ചരിച്ചാൽ നമുക്ക് എന്ത് പോൾ അനുഭവപ്പെടും? ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളായിട്ട് തോന്നും. ഉണ്ടോ? സൗത്ത് പോളായിട്ട് തോന്നും. നോക്ക്, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളിനെ പോലെ തോന്നും. ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ നോർത്ത് പോളിനെ പോലെയും തോന്നും. സോ ഇവിടെ ഒരു ഭാഗം കറണ്ട് ഒറ്റ കറണ്ടേ ഉള്ളൂ, അതിനെ സഞ്ചരിക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു ഭാഗം നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ സൗത്ത് പോളാണ്, വേറെ ഭാഗം നോക്കും അപ്പുറത്ത് എന്താണ്? നോർത്ത് പോളാണ്. സോ ഇവിടെ സൗത്ത് പോളും ഉണ്ട്, നോർത്ത് പോളും ഉണ്ട്. അതായത് ഒരു കമ്പിയിലൂടെ, വട്ടത്തിലുള്ള ഒരു കമ്പിയിലൂടെ കറണ്ട് സർക്കുലേറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സൗത്ത് പോൾ ആണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ഈ പോയിന്റ് എന്താണ്? നോർത്ത് പോളാണ്. സോ രണ്ട് ഭാഗത്തും രണ്ട് പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഫീൽ ചെയ്യും. അങ്ങനെയെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈപോൾ, മാഗ്നറ്റിക് ഡൈപോൾ. ഒരു കുഞ്ഞു കാന്തം പോലെ ഇത് ആക്ട് ചെയ്യും. ശരിയാണോ? അതാണ് കുഞ്ഞു കാന്തം എന്ന് പറയുന്നത്. കാന്തമാണ്, കാന്തത്തിനെ പോലെ ഇത് ആക്ട് ചെയ്യും, മാഗ്നറ്റിനെ പോലെ ആക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ മാഗ്നറ്റിന്റെ ശക്തിയെ വിളിക്കുന്ന പേരാണ്, ഇതൊരു കുഞ്ഞു കാന്തമാണ്, കറണ്ട് കറങ്ങുന്ന കറണ്ട്. മനസ്സിലായോ? ഒരു കുഞ്ഞു കാന്തം പോലെ ആക്ട് ചെയ്യും. ഇതൊരു ചെറിയ കാന്തമാണ്. അങ്ങനെയെങ്കിൽ ഈ കാന്തത്തിന്റെ ശക്തി, സ്ട്രെങ്ത് ഓഫ് ദിസ് മാഗ്നറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഡൈപോൾ. മാഗ്നറ്റിക് ഡൈപോൾ സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഈ സ്ട്രെങ്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഇതിന്റെ സ്ട്രെങ്ത് ആണ്. സോ ഒരു ഡൈപോൾ എന്ന് പറഞ്ഞൊരു ഒരു ചെറിയ കാന്തമാണ്. ആ ഡൈപോളിന്റെ ശക്തി, സ്ട്രെങ്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. നമ്മൾ അതിനെ സ്മോൾ എം എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. അതിന്റെ ഇക്വേഷൻ എന്താണ്? സർക്കുലേറ്റ് ചെയ്ത കറണ്ട്. ഇനി ഏത് ഏരിയയിലൂടെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്? ആ ഏരിയ. ഇതെന്താണ്? ഏരിയ നമ്മൾ ഏത് എഴുതാൻ പോവാണ്. സോ എം which is equal to I into E. ഇത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഏരിയ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഏത് ഡയറക്ഷൻ എന്താണ്? ഏരിയ ഡയറക്ഷൻ നോക്ക്, കറണ്ട് ആണെങ്കിൽ ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ, കറണ്ട് ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ ഏരിയ എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും ഏരിയ. കറണ്ട് ഇങ്ങനെ കറങ്ങുന്നെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. കറണ്ട് ഇങ്ങനെ കറങ്ങുന്നെങ്കിൽ ഏരിയ ഈ ഡയറക്ഷനിലായിരിക്കും. മനസ്സിലായോ? സർഫസിന് പെർപെൻഡിക്കുലർ ആണ് ഏരിയ പറയുന്നത്. സോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ്. ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന്റെ സ്ട്രെങ്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. നമ്മൾ അതിനെ സ്മോൾ എം എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുന്നത്. ഒരു ലൂപ്പിന്റെ ആണെങ്കിൽ ഏരിയ ഇൻറ്റു ആ ലൂപ്പിലൂടെ കടന്നുപോയ കറണ്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കിട്ടും. അതിന്റെ യൂണിറ്റ് എന്താണ്? ഇതിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഇതിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. സോ ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്
ആരുടെ യൂണിറ്റ്? കാന്തിക ശക്തിയുടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ, യൂണിറ്റ്. ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. എന്താ പറഞ്ഞേ? ഇവിടെയാണെങ്കിൽ ഒരു കറണ്ട് ഇങ്ങനെയാണ് കറങ്ങുകയാണ്. സോ ഇതെന്താണ്? ഒരു ഡൈപോൾ ആണെന്ന് മനസ്സിലായി. ആ ഡൈപോളിന്റെ സ്ട്രെങ്തിനെ വിളിക്കുന്ന പേരാണ് ഡൈപോൾ മൊമെന്റ് എം, വിച്ച് ഈസ് ഈക്വൽ ടു കടന്നുപോയ കറണ്ട് ഐ ഇൻറ്റു ഏരിയ. ഏത് ഏരിയ? കണ്ടക്ടറിന്റെ ഏരിയ ആണോ? അല്ല, ആ കറണ്ട് കറങ്ങിയ ഏരിയ. കറണ്ട് കറങ്ങിയത് ഈ ഏരിയയിലൂടെയാണ് ആ കറണ്ട് കിടന്ന് കറങ്ങുന്നത്. ശരിയാണോ? ആ ലൂപ്പിന്റെ ഏരിയ ഓഫ് ദി ലൂപ്പ്. ഇത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഏരിയയുടെ ഡയറക്ഷൻ എങ്ങനെയാണ് ഇവിടെ? ഏരിയയുടെ ഡയറക്ഷൻ ഇൻടു ദ പ്ലെയിൻ ആണ്. ശരിയാണോ? സോ ഇവിടെ എന്താണ്? ഇൻടു ദ പ്ലെയിൻ ആണ്. ഇൻടു ദ പ്ലെയിൻ ആണ്. ഉണ്ടോ? ഇൻടു ദ പ്ലെയിൻ. ഏരിയ എങ്ങനെയാണ്? ഏരിയ ഇതാണ്. ആ ഏരിയ ഒന്നുകിൽ ഇങ്ങനെയാകാം, ഇങ്ങനെയാകാം. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഏരിയ എങ്ങനെയാണ്? ഇൻടു ദ പ്ലെയിൻ ആണ്. കാര്യം മനസ്സിലായ മക്കളെ? ഇനി ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിലോ, ഫോർ എക്സാമ്പിൾ ഒരു ലൂപ്പാണ്, ആ ലൂപ്പിനകത്ത് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പൊ എന്ത് പറയും? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഐ ഇൻറ്റു എ എന്ന് പറയും. ni. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ എത്രയായിരിക്കും? ni a ആയിരിക്കും. ഓക്കെ ആണോ? സോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈപോളിന്റെ, ഒരു ചെറിയ കാന്തത്തിന്റെ കാന്തിക ശക്തിയാണ്. ആ കാന്തിക ശക്തിയുടെ വാല്യൂ എത്രയാണ്? എം, വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഏരിയ ആണ്. ഒരു സർക്കുലാർ കോയിലൂടെ കറണ്ട് കടന്നു പോകുന്നെങ്കിൽ നമുക്ക് അതിനെയാണെങ്കിൽ എന്തായിട്ട് സങ്കല്പിക്കാൻ കഴിയും? ഒരു ചെറിയ കാന്തമായിട്ട് സങ്കല്പിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ആ കാന്തത്തിന്റെ കാന്തിക ശക്തി എത്രയാണ്? ഐ ഇൻറ്റു എ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കോൺസെപ്റ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് വളരെ ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ടോർക്കിനെ പറ്റി ചർച്ച ചെയ്യാം. ടോർക്ക് എന്താണ്? എന്താണ് ടോർക്ക്? നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പോവാണ്. വളരെ സിമ്പിൾ. ബി എന്ന് പറയുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങോട്ടേക്ക് ഞാനൊരു ലൂപ്പ് എടുക്കാൻ പോവുകയാണ്. കറണ്ട് ലൂപ്പ് ചെയ്യാൻ പോവുകയാണ്. ലൂപ്പിന് എനി ഷേപ്പ് ആകാം. സോ ഞാൻ എടുക്കുന്ന ഷേപ്പാണ് ഈ ഷേപ്പിൽ ലൂപ്പ് എടുക്കാൻ പോവുകയാണ്. കറണ്ട് ഇങ്ങനെ കയറി ഇങ്ങനെ പോയി. നമുക്ക് ലൂപ്പിനെ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഒറ്റ സെക്ഷൻ വരയ്ക്കാം. കൺഫ്യൂഷൻസ് എല്ലാം മാറട്ടെ. കറണ്ട് ഇതാണ് ലൂപ്പ്. കറണ്ട് ഇങ്ങനെ ഒഴുകുകയാണ്. ഐ എന്ന കറണ്ട് ഇങ്ങനെ ഒഴുകി, അതേ കറണ്ട് ഇങ്ങനെ ഒഴുകി, അതേ കറണ്ട് ഇങ്ങനെ ഒഴുകി, അതേ കറണ്ട് ഇങ്ങനെ ഒഴുകി ലൂപ്പ് ചെയ്യുകയാണ്. നമുക്ക് ലൂപ്പിന് പേര് കൊടുക്കാം. ലൂപ്പിൻ്റെ പേരാണ് പി ക്യു ആർ എസ്. ഓക്കെ, ഇനി നോക്കുക. ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തെ നീളം എന്ന് പറയുന്നത് ബി ആണെന്ന് ചോദിക്കും. എത്രയാണത്? ഈ നീളം എത്രയാണ്? ബി ആണ്. സോ ഇതിൻ്റെ ലെങ്ത് ബി ആണ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അത് എ ആണ്. എ ആണ് ഇതിൻ്റെ ബ്രെഡ്ത്ത്. സോ ലെങ്തും ബ്രെഡ്ത്ത് എത്രയാണ്? എയും ബിയുമാണ് ഈ ലൂപ്പിൻ്റെ ലെങ്തും ബ്രെഡ്ത്ത്. റെക്ടാങ്കിൾ ലൂപ്പാണ്. ഓക്കെ, ശരി. ഇനിയാണെങ്കിൽ നമുക്ക് നോക്കുകയാണ് ഫോഴ്സ് എങ്ങോട്ടൊക്കെ ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഓരോ സെക്ഷൻ എടുക്കാം. ഫോഴ്സ് ഓരോ സെക്ഷൻ നോക്കാൻ പോവാണ്. പി ക്യൂവിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാം. നമുക്ക് ഓരോ ഫോഴ്സ് കണ്ടുപിടിക്കാം. ആദ്യമേ പി ക്യൂവിലെ ഫോഴ്സ് കണ്ടുപിടിക്കാം. നമുക്ക് ഓരോ ഫോഴ്സിനെയും നമുക്ക് സെപ്പറേറ്റ് മാറ്റി എഴുതാം. ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഫോഴ്സ് ആരാണ്? പി ക്യൂ. പി ക്യൂവിലെ ഫോഴ്സ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ ഇത്രയും ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടോ? കറണ്ട് എങ്ങനെയാ പോകുന്നത്? മുകളിലോട്ട് പോകുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, കറണ്ട് മുകളിലേക്ക്. ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഇൻ ടു ദ പ്ലെയിൻ. സോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇൻ ടു ദ പ്ലെയിൻ. സോ ഈ സെക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാ മക്കളെ? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഫോഴ്സ് ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ ഉണ്ടോ? ഇവിടെ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഇൻ ടു ദ പ്ലെയിൻ. ഇനി വരയ്ക്കുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. ഫോഴ്സ് ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ, അകത്തേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ഈ കണ്ടക്ടറിനെ അകത്തേക്ക് തള്ളും. ഓക്കെ ആണോ? ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? ഫോഴ്സിന്റെ വാല്യൂ കൊണ്ട് മാറ്റി എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ അല്ലേ?
ഐ എന്ന കറണ്ട് എൽ എന്ന നീളത്തിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാണ്? ഇവിടെ മാറ്റി എഴുതാം. ഒരു കണ്ടക്ടർ ഉണ്ട്, പഠിച്ചതാണ്. ഐ എന്ന കറണ്ട് എൽ നീളമുള്ള കണ്ടക്ടറിലൂടെ കടന്നു പോവുകയാണ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഉറപ്പായും ഫോഴ്സ് ആക്ട് ചെയ്യും. ഫോഴ്സ് ഇവിടെ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ഇങ്ങനെ മുകളിലേക്കാണെങ്കിൽ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. സോ ഫോഴ്സിന്റെ വാല്യൂ നമ്മൾ പഠിച്ചതാണ്. എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ. ഇവിടെ തീറ്റ എത്രയാണ്? ബിയും അതുപോലെ എത്രയാണ്? എൽ ഇങ്ങനെയാണ്. സോ സൈൻ 90 ആയിട്ട് മാറും. പക്ഷെ ഇവിടെ നോക്കേ, ബി ഇങ്ങനെയാണ്, എല്ല് മുകളിലേക്കാണ്. ശരിയല്ലേ? കറണ്ട് മുകളിലേക്കാണ്, എല്ല് മുകളിലേക്കാണ്, ബി ഇങ്ങോട്ടാണ്, 90 ഡിഗ്രി. അപ്പോഴും ഫോഴ്സ് ഇക്വേഷൻ പറഞ്ഞേ ബി ഐ എൽ എന്ന് പറഞ്ഞാൽ ഈ നീളമാണ്. ആ നീളം എത്രയാണ്? അത് ബി ആണ്. സൈൻ എത്രയാണ്? സൈൻ 90 ആണ്. ശരിയാണോ? സോ നമുക്ക് ആരെ കിട്ടിക്കഴിഞ്ഞു? ഈ കണ്ടക്ടറിലെ ഫോഴ്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നേ? അകത്തേക്കാണ്. അടുത്ത കണ്ടക്ടർ എടുക്കാൻ പോവാണ് ഈ കണ്ടക്ടർ. നമുക്ക് ആ കണ്ടക്ടർ പേര് പറയാം. ഫോഴ്സ് ആക്ടിംഗ് ഓൺ കണ്ടക്ടർ ക്യൂ ടു ആർ. ക്യൂ ആറിൽ ആക്ട് ചെയ്ത ഫോഴ്സ് നമുക്ക് ഇക്വേഷൻ പറയാം. ബി ഐ എൽ എത്രയാണ്? എ ആണ്. സൈൻ ആംഗിൾ എത്രയാണ്? എല്ലും ബിയും ഒരേ ഡയറക്ഷനിലാണ്. അപ്പം എന്ത് ചെയ്യും? അത് സൈൻ 0 ആയിട്ട് അങ്ങ് പോകും. സൈൻ 0 എത്രയാണ്? സൈൻ 0 0 ആണ്. സോ ഈ ടേം എത്രയായി പോകും? 0 ആയിട്ട് പോകും. ഓക്കെ ആണോ? അടുത്തത് ഈ ടേം, ഈ ഒരു സെക്ഷനാണ്. ഫോഴ്സ് ആക്ടിംഗ് ഓൺ ആർ ടു എസ്. ആർ ടു എസ്, ആർ മുതൽ എസ് വരെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഫോഴ്സ് ഇക്വേഷൻ എന്താണ്? ബി ഐ എൽ എന്ന് പറയുന്നത് എത്രയാണ്? വീണ്ടും ഈ ലെങ്ത് ആണ്. ഈ ലെങ്ത് എത്രയാണ്? ബി ആണ്. ബി സൈൻ കുറച്ച് ഭംഗിയായിട്ട് എഴുതാം. മാറ്റിക്കാം കേട്ടോ. സൈൻ ആംഗിൾ എത്രയാണ്? ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് പോവുകയാണ്. ആംഗിൾ എത്രയാണ്? 90. സോ ഇവിടെയും 90 ആണ്, ഇവിടെയും 90 ആണ്. സൈൻ 90. ഓക്കെ ആണോ? സോ സൈൻ 90 1 ആയിട്ട് പോവും. ബി ഐ എന്ന് വരും. ബി ഐ ബി എന്ന് വരും. ബി ഐ ബി. ഓക്കെ ആണോ? ഡയറക്ഷൻ പറഞ്ഞേ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, കറണ്ട് താഴേക്കാണ്. ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഫോഴ്സ് മുന്നേക്ക് ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, കറണ്ട് താഴേക്ക്, ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. സോ ഫോഴ്സ് ഇവിടെ മാറ്റി വരയ്ക്കാം. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ ഫോഴ്സ് പുറത്തേക്കാണ്, ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് ഈ കണ്ടക്ടറിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഒരു ഭാഗത്ത് ഫോഴ്സ് അകത്തേക്ക് ആക്ട് ചെയ്യുന്നു. ഇത് ലൂപ്പാണെങ്കിൽ ഒരു ഭാഗത്ത് ഫോഴ്സ് അകത്തേക്ക് ആക്ട് ചെയ്യുന്നു, വേറൊരു ഫോഴ്സ് പുറത്തേക്ക് ആക്ട് ചെയ്യുന്നു. ശരിയാണോ? ഒന്ന് അകത്തേക്ക് ആക്ട് ചെയ്യുന്നു, ഒന്ന് പുറത്തേക്ക് ആക്ട് ചെയ്യുന്നു. ഇവിടെ അകത്തേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇവിടെ ഫോഴ്സ് പുറത്തേക്ക് ആക്ട് ചെയ്യുന്നു. ഇത് കറങ്ങേണ്ടതാണ് അല്ലേ? നമുക്ക് ഇത് നോക്കാം, ഇവനെ നോക്കാം. അടുത്തെന്താണ്? ഈ സെക്ഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയും ഫോഴ്സ് ഓൺ എസ് ടു പി, എസ് മുതൽ പി വരെയുള്ള ഫോഴ്സ്. സോ ഇതാണ് ബി ഐ എൽ എന്ന് പറഞ്ഞാൽ എ ആണ്. സൈൻ എത്രയാണ്? എൽ ഇങ്ങോട്ട്, ശരിയല്ലേ? എൽ ഇങ്ങോട്ട്, ബി അങ്ങോട്ട് 180. 180 എത്രയാണ്? ഇത് 0 ആയി പോകത്തില്ലേ? ഇതും വാല്യൂ എത്രയായിട്ട് മാറും? 0 ആയി പോകും. സോ ഇവിടെയും ഫോഴ്സ് ഇല്ല, ഇവിടെയും ഫോഴ്സ് ഇല്ല. രണ്ടിടത്തും ഫോഴ്സ് ഇല്ല. ഫോഴ്സ് എവിടെ മാത്രമേ ഉള്ളൂ? ഈ രണ്ട് കണ്ടക്ടറിൽ മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, വേറെ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ശരിയാണോ? അങ്ങനെയെങ്കിൽ നമ്മൾ പറയും ഉറപ്പായിട്ടും ആക്ട് ചെയ്യും? ടോർക്ക് ആക്ട് ചെയ്യും. ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ഇത് കപ്പിളാണ്. ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഇത് കപ്പിൾ ആണെന്ന് പറയാം. കപ്പിളിന്റെ ഇക്വേഷൻ എന്താണ്? കപ്പിൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആർ ആക്ടിങ് ഓൺ എ സിസ്റ്റം ഈസ് കോൾഡ് കപ്പിൾ. സോ കപ്പിളിന്റെ ടോർക്കിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ മതി. ഇപ്പൊ നമുക്ക് ടോർക്കിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ഡെറിവേഷൻ വളരെ സിമ്പിൾ ആയിട്ട് മാറും. സോ ഇത് കപ്പിൾ ആണ്. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഫോഴ്സ് അകത്തേക്ക് ഇൻടു ദ പ്ലെയിൻ അകത്തേക്ക് ആക്ട് ചെയ്യും, വേറെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പുറത്തേക്ക് ആക്ട് ചെയ്യും. സോ അങ്ങനെയെങ്കിൽ ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ് എത്രയാണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ് എത്രയാണ്? അത് എ ആണ്. രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? എ ആണ്. സോ ഫോഴ്സ് ഇൻടു
പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. ഇതാണ് കപ്പിളിന്റെ ടോർക്കിന്റെ ഇക്വേഷൻ. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം? ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു എഫിന് പകരം ഫോഴ്സിന് വാല്യൂ എത്രയാണ്? ഇവിടെ നമുക്കറിയാം ഈ രണ്ട് കേസിലും ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? ബി ഐ ബി ആണ്. ഇവിടെയും ഫോഴ്സ് എത്രയാണ്? ബി ഐ ബി തന്നെയാണ്. സോ ഫോഴ്സിന്റെ വാല്യൂ നമുക്ക് എഴുതാം ബി ഐ ബി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണത്? അത് എ ആണ്. മക്കളെ ഐ ഇൻറ്റു എ എത്രയാണ്? ഐ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ ആണ്. സോ എന്താണത്? ഏരിയ ഓഫ് ദി ലൂപ്പ് ആണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം ബി ഐ എ എന്ന് പറയാം. ശരിയാണോ? സോ നമ്മൾ ടോർക്കിന്റെ ഒക്കെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറയുന്നത്. ബി ഐ എ എന്ന് പറയാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഞാൻ പറയാണ് ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ടേൺസ്, ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇഫ് there are n number of turns, n number of turns ഉണ്ടെങ്കിൽ ടോർക്കിന്റെ വാല്യൂ എന്തായിട്ട് മാറും? ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു n i a b ആയിട്ട് മാറും. ശരിയാണോ? n i a b. മക്കളെ n ഇൻറ്റു ഐ ഇൻറ്റു എ ബി എന്താണത്? അത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. ശരിയാണോ? ഞാൻ എന്താ പറഞ്ഞേ? n ഇൻറ്റു ഐ ഇൻറ്റു എ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതാണ് n i a എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. അതായത് ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണത്? അത് വെക്റ്റർ ആണിത്. ശരിയാണോ? എന്താണിത്? വെക്റ്റർ ആണ്. എം ക്രോസ് ബി ആണ്. അല്ലെങ്കിൽ പറയാം മാഗ്നിറ്റ്യൂഡ് മാത്രം ചെയ്ത് പറഞ്ഞേ വിച്ച് ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ ആണ്. ഇനി എം എന്താണ്? എം എന്ന് പറഞ്ഞാൽ എൻ ഐ എ ആണ്. എം എന്താണ്? എൻ ഐ എ ആണ് എം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം അല്ലേ? നമ്മൾ പറഞ്ഞാണ്. സോ ടോർക്കിന്റെ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലായി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു? ടോർക്കിന്റെ എക്സ്പ്രഷൻ മനസ്സിലാക്കിയെടുത്തു. ഓക്കെ മക്കളെ, സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. ഇവിടെ ആണെങ്കിൽ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോഴ്സ് ഇവിടെ ആണെങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ ആണ്, ഇവിടെ ഔട്ട് ദ പ്ലെയിൻ ആണ്. സോ ഇവിടെ എന്തുണ്ടാവും? ടോർക്ക് ഉണ്ടാവും. ഇവിടെ കപ്പിളാണ്. ആക്ച്വലി കപ്പിളിന്റെ ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. രണ്ട് ഫോഴ്സിനിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ ആണ്. സോ ഇവിടെ എ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ ഏരിയ കിട്ടി. അതായത് ഇവിടെ ഐ ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എം ആണ്. സോ എം ക്രോസ് ബി ആണ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ടോർക്ക് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി.